സ്വദേശം ഗുരുവായൂരാണ്. വേങ്ങരയും മലപ്പുറമായിട്ട് വളരെ ഞാൻ MES മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി എടുത്തതിന് ശേഷം ആദ്യമായി ജോലി ചെയ്യാൻ പറ്റുന്നത് തൊട്ടടുത്തുള്ള കോട്ടക്കിലെ അൽമാസ് ഹോസ്പിറ്റലായിരുന്നു. അൽമാസ് ഹോസ്പിറ്റലാണ് ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട വ്യക്തികൾ, വേങ്ങരയിലെ നാട്ടുകാർ, അമ്മമാർ, കുട്ടികൾ, മുതിർന്നവർ, പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലഹരിയാണ്. ഒരു ഞായറാഴ്ച ദിവസം ഇത്രയ്ക്കധികം ആൾക്കാർ കൂട്ടം കൂടിയതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം. നല്ലൊരു കാര്യം. പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല, അല്ലേ? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും എമ്പുരാനും അല്ലെങ്കിൽ ED റെയ്ഡും രാഷ്ട്രീയവും പല പ്രശ്നങ്ങളും, ലഹരിയിലോട്ട് കാര്യമായ ചർച്ചകളും. എന്നാൽ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്ന സംഭവം ലഹരിയാണ്. ഉടുത്ത പഞ്ചാബ് എന്ന് പറയും. ഉടുത്ത എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറക്കുന്ന പഞ്ചാബ്. അതുപോലെ തന്നെ കേരളം ഒരു ഉടുത്ത കേരളം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കും. 3 ജില്ലകളിൽ, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, വടക്കഞ്ചേരി, എൻ്റെ സ്വദേശമായ തൃശ്ശൂർ ഗുരുവായൂർ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചാവക്കാട്, പിന്നെ PRC അടുത്തുള്ള തിരൂർ. ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. 3 ജില്ലകളിലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കേരളത്തിന്റെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് 3.5 കോടിയാണ്. ഈ 3 ജില്ലകളിലായിട്ടാണ് കേരളത്തിന് ഏകദേശം, മലപ്പുറം ജില്ലയിൽ ഏകദേശം 45 ലക്ഷം ആൾക്കാർ, പാലക്കാട് ഒരു 29-30 ലക്ഷം ആൾക്കാർ, തൃശ്ശൂർ ഏകദേശം ഒരു 33 ലക്ഷം ആൾക്കാർ, ഏകദേശം 1 കോടി ആൾക്കാർ സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. മാത്രമല്ല, എൻ്റെ ആശുപത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് എടുത്ത് ചികിത്സിക്കുന്ന സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. 250 പേഷ്യൻസ് ഫുള്ളായിരിക്കുക. 250 പേഷ്യൻസിന് മാസം 1000 OP ഉണ്ട്. അതിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ 18-ഉം 30-ഉം വയസ്സിനുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാർ. കുറച്ച് ദിവസം മുമ്പ് കൂടുതൽ ഡോക്ടർ ചോദിച്ചു, ഇതെന്താ നമ്മുടെ ആശുപത്രി ഇപ്പൊ പീഡിയാട്രിക് ആശുപത്രി ആയോ? ഒരു സൈക്കാട്രി പകുതിയോളം ചെറുപ്പക്കാരാണ്. 20-ഉം 21-ഉം 19-ഉം വയസ്സുള്ള ചെറുപ്പ പിള്ളേരാണ് കഞ്ചാവ് MDMA അടിച്ചിട്ട് സൈക്കോസിസ് ആയി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറത്തെ പിള്ളേരെ ഭാഷയിൽ പറഞ്ഞ കിളി പോയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഞാൻ 3 കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിന്റെ ഓരോ മേഖലയായിട്ട് ഞാൻ സംസാരിക്കാം. ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാരന്റിങ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്ന രീതികളെ പറ്റിയിട്ടാണ്. 80കളിൽ ജനിച്ച ഞാൻ പിന്നെ ഗൾഫിൽ വളർന്നു, പിന്നെ നാട്ടിലേക്ക് വന്നു, പിന്നെ നാട്ടിൽ വളർന്നു. ഇതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഞാനും പഠിച്ചത്. അപ്പൊ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഉണ്ടായ വ്യത്യാസം, മാതാപിതാക്കളിലുണ്ടായ വ്യത്യാസം. നമ്മൾ ഈ അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുന്ന പല സ്റ്റൈലുകളുണ്ട്. സൈക്കാട്രിയിൽ നമ്മൾ പറയും പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയും. അച്ഛനമ്മമാരെ എങ്ങനെ വളർത്തുന്നു രീതി. ഏറ്റവും പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൈലായിരുന്നു എന്താ അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്നൊക്കെ പറയും. എന്താ കർശനമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാതാപിതാക്കളായിരുന്നു. ഏതിനും സമ്മതിക്കാത്ത, നന്നായി പിള്ളേരെ അടിച്ചമർത്തി വളർത്തിയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അത് അത്ര നല്ലതെന്ന് ഞാൻ പറയില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ പിള്ളേരും കൂടി ഉൾപ്പെടുത്തി അവരെ ചിന്തകളും കൂടി മനസ്സിലാക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഭാഗ്യം കൊണ്ട് ആ ഒരു തലമുറയിൽ പെട്ടതാണ്. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ തെറ്റെന്താണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതാണ് നല്ലൊരു പാരന്റിങ് സ്റ്റൈൽ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് പെർമിസീവ് പാരന്റിങ് ആണ്. പെർമിസീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ എന്തിനും സമ്മതം കൊടുക്കുന്ന പാരന്റിങ്. ഒരു കുട്ടി പറയണം, എനിക്കൊരു ഐഫോൺ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്തെങ്കിലും ചെയ്തോളൂ, വേഗം വാങ്ങിച്ചു കൊടുക്കും, പ്രശ്നം ഉണ്ടാവില്ല. കുട്ടി വൈകി വന്നു, പ്രശ്നമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കുറച്ചു ദിവസം മുമ്പ്
എൻ്റെ ഒരു കൂട്ടുകാരത്തി, ആള് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ ഈയിടെയായിട്ട് ഇപ്പോ അങ്ങനെ സമയമൊന്നുമില്ലല്ലോ, ഏത് സമയത്തും. അപ്പോ കുറച്ച് ആമ്പിള്ളേരും പെമ്പിള്ളേരും കൂടിയിട്ട് ആ ഒരു തീരദേശ ബീച്ചിൽ നിന്ന് ഒരു കൂട്ടം ആമ്പിള്ളേരും പെമ്പിള്ളേരും വന്നപ്പോ ഇത് പലരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയം. സമയം 10 മണിയാണ് കേട്ടോ, രാത്രി 10 മണി. അപ്പൊ ഇവിടെ ചോദിച്ചു, നിങ്ങൾ ആരും ലഹരി ഉപയോഗിച്ചെന്ന് ചോദിച്ചപ്പോ പലരും ഇങ്ങനെ പാത്തും പതിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അതിനുള്ളില് 1-2 പെമ്പിള്ളേര് വന്നിട്ട് പറയാണ് അവർക്ക് വാസസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 2 പെമ്പിള്ളേര് ഗർഭിണികളാണ്, 15-16 വയസ്സായിട്ടുള്ള. അപ്പൊ പോക്സോ കേസ് ചാർജ് ചെയ്തു, ചെക്കന്മാരെ വിട്ടു, അടുത്ത പോലീസ് സ്റ്റേഷനിൽ ആ ചെക്കന്മാരെ തിരിച്ചിങ്ങനെ കൊടുത്തു. ഇതാണ് ഇപ്പൊ നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥ. ആ പെൺപിള്ളേരെ ഒരു പെൺകുട്ടിയുടെ ഉമ്മയുടെ അടുത്ത് വന്നു, ഉമ്മയുടെ അടുത്തും ചോദിച്ചപ്പോ ഉപ്പ മരിച്ചുപോയി, ഉമ്മയും ഉമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അവര് പറഞ്ഞത് എന്താ ചെയ്യാ ഡോക്ടറെ, വിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എവിടെ ഇറങ്ങി പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കുമെന്ന് പേടിയാണ്. എന്ത് കാണിക്കുന്നു? ആത്മഹത്യ ചെയ്യുന്ന പേടിയാണ്, കൈ മുറിക്കാൻ ശ്രമിക്കുക, വിഷം എടുത്ത് കുടിക്കും. ഇതാണ് പെർമിസീവ് പാരന്റിങ്. കുട്ടികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഏറ്റവും മോശപ്പെട്ട പാരന്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പാരന്റിങ്. ഇന്നലത്തെ ഒരു കഥ പറഞ്ഞുതരാം. എനിക്ക് പിന്നെ ഈ ഉദാഹരണങ്ങൾക്ക് കുറവുണ്ടാവില്ലല്ലോ, ദിവസേന കാണുന്നതാണല്ലോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്നലെ അമ്മ കൊടുത്തതാ. ഞാൻ ഏത് സ്ഥലമാണെന്ന് പറയില്ല, അപ്പൊ ഇങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യണ്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് സ്നാപ്ചാറ്റിൽ ചർച്ച 28 വയസ്സുള്ള ആളെ, 28 വയസ്സുള്ള ആളായിട്ടാണ് ചാറ്റിങ് ചെയ്യണത്. ഇയാൾക്ക് ഈ കുട്ടിയുടെ പ്രായം അറിയോ എന്നുള്ള സംശയമാണ്. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇയാളുടെ പ്രായം അറിയാം. അമ്മ വീട് പണിക്ക് പോകുന്ന സ്ത്രീ, അമ്മ പറയാണ് സാർ എന്തെങ്കിലും മരുന്ന് കൊടുക്കൂ. ഞാൻ അവരുടെ ഫീസ് വാങ്ങിച്ചില്ല, ഞാൻ ആ മരുന്ന് എഴുതി കൊടുത്തു, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഇതാണ് പെർമിസീവ് പാരന്റിങ്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഋഷിരാജ് സിംഗ് പറഞ്ഞ പോയിന്റാണ്. കേരളത്തിൽ മൊത്തം 3.5 കോടി ആൾക്കാർക്ക് 50,000 പോലീസുകാരാണ്. 50,000 പോലീസുകാരാണ്. ഇവര് അഹോരാത്രം നീണ്ടു നിവർന്ന് ഇങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് അതിനും കൂടുതൽ പോലെ തോന്നാം. സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. സാറ് പറഞ്ഞ് ശരിയാണ്, 14 സെന്ററുകളായിട്ട് 5 ലക്ഷത്തോളം ആൾക്കാർ ചികിത്സ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ കണക്കൂട്ടിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെടുത്തു കഴിഞ്ഞാൽ 20% ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവുമോ? അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴത്തെ ഇവിടുത്തെ പാത്തോന്റെ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മള് അപ്പോഴത്തെ ഇവിടുത്തെ പാത്തോന്റെ കുട്ടിക്ക് എന്തോ ആയിട്ടോ, എന്തായാലും നമ്മളെ മോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ മോളും ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പുറത്തെ വീട്ടിലൊരാളോ അല്ലെങ്കിൽ അങ്ങാടിയിൽ നിൽക്കുന്ന ഒരു പയ്യനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇടപെടാൻ പോകണ്ട. മലയാളിയുടെ ഒരു സ്റ്റൈലാണല്ലോ അത്, നമ്മളതിൽ ഇടപെടാൻ പോകണ്ട. അങ്ങനെ ചെയ്യരുത്. ആ കുട്ടീനെ കുറ്റപ്പെടുത്തണമെന്ന് പറയുന്നില്ല, പക്ഷെ അവരെ വീട്ടുകാർക്ക് ഒരു സൂചനയെങ്കിലും കൊടുക്കണം. അത് നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിൽ പോലീസുകാരോ എക്സൈസുകാരോ ടീച്ചർമാർക്ക് മാത്രമല്ല പങ്ക്, നാട്ടുകാർക്ക്, നിങ്ങളെ പോലത്തെ കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും പങ്കുണ്ട്, ടീച്ചർമാർക്കും പങ്കുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, എന്തൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികളെ സംരക്ഷിക്കാനും സ്ത്രീകളെ സംരക്ഷിക്കാനാണ്. പക്ഷെ ഇപ്പോ പലപ്പോഴും ഒരു കുട്ടീനെ ചീത്ത പറയുമ്പോഴേക്കും ഒരു കുട്ടീനെ ഒരു അധ്യാപകൻ അടിച്ച് വ്രണം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് അഭ്യാസമാണ്. ഒരു കുട്ടിയുടെ ഒരു അധ്യാപകൻ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ പല അധ്യാപകരും, എന്റെ 2 അമ്മായിമാരെ ടീച്ചർമാരാണ്, ഇവര് പറയുന്നത് ഏതൊരു പുരുഷനായ സാറും ഒരു കുട്ടീനെ ചീത്ത പറയുമ്പോൾ സാർ അധികം കളിക്കാൻ നിൽക്കരുത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് എന്റെ ഒരു പെൺകുട്ടി അവളെ സ്വന്തം അച്ഛനടുത്ത് പറഞ്ഞു, അധികം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഞാൻ പരാതി പറയാം. സ്വന്തം അച്ഛന്റെ അടുത്ത്. അതിനുശേഷം അച്ഛൻ ആ വീടിന്റെ പുറത്താകെടുക്കും. നമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന അവസ്ഥയുണ്ട, സ്വന്തം അച്ഛൻ വീടിന്റെ പുറത്താകെടുക്കുന്നു പേടിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ വിളിച്ച് കാണിക്കുകയും ചെയ്യും ഞാൻ പുറത്താകെടുക്കണം. കാരണം 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ മോള് പറയും അച്ഛൻ എന്നെ പീഡിപ്പിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർമാര് കുട്ടികളെ തല്ലണ്ടാകുമോ, അല്ലെങ്കിൽ ആസ് എ സൈക്കാട്രിസ്റ്റ് ഞാനും പറയുന്നത്,
അടിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ തെറ്റ് കണ്ടുകഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം, തെറ്റ് തെറ്റാന്ന് പറയാം. എന്റെ മോളോ മോനോ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ആരും പറയരുത്. അങ്ങനെ ആരുമില്ല. കുട്ടികളല്ലേ, അവർക്ക് അബദ്ധങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പെർഫെക്റ്റ് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാനായിരുന്നില്ല. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്യാവശ്യം വികൃതിയുള്ള ആളായിരുന്നു. ടീച്ചർമാർ എന്നെ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാക്കിയിട്ടുമുണ്ട്. അങ്ങനെയാണ് വളർന്നു വരിക. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സർവ്വഗുണ സമ്പന്നരായിട്ടല്ലേ. അങ്ങനെ പിന്നെ നമുക്ക് 10ാമത്തെ വയസ്സിൽ വോട്ടുകൾ അധികാരം കൊടുക്കാമല്ലോ. 18 കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായോ? മാതാപിതാക്കൾക്ക് ഇതിൽ വലിയ തെറ്റുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടി പെർഫെക്റ്റ് ആണെന്ന് പറയരുത്. ചില അമ്മമാര്, ഞാൻ കുറച്ചു കാലം മുമ്പ് സംഭവം പറഞ്ഞുതരാം. കുന്നംകുളത്തിന് അടുത്തായിട്ട് ഞാനൊരു LP സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. അവിടുത്തെ കൗൺസിലർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത്. അമ്മമാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒരു യാതന പോലെ വന്നിരിക്കണം, എന്തിനാ നമ്മൾ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിൽ എത്ര പണിയുണ്ട്. അതിന് ഒറ്റ പുരുഷനുണ്ടായിരുന്നു. അതാണ് ഈ വേദിയിൽ എനിക്ക് ഇത്രയ്ക്കധികം പുരുഷന്മാരിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത്. അതിന് ഒറ്റ പുരുഷനെ വന്നുള്ളൂ, ഓട്ടോറിക്ഷക്കാരനായിരുന്നു. അപ്പോ ഈ അമ്മമാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ്? അപ്പൊ അവര് പറഞ്ഞത് 5 നേരം നിസ്കരിക്കുന്ന കുട്ടികളാണ് സാറേ, നല്ല കുട്ടികളാണ്, പഠിക്കുകയും ചെയ്തു. ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ മുന്നിൽ പറഞ്ഞു, സാറേ ഞാനിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഇതിൽ പല പെൺപിള്ളേരും ക്ലാസ് കഴിഞ്ഞിട്ട് പല ചെക്കന്മാരൊപ്പം ബൈക്കിൽ പോയിട്ട് ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ അവർ ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പോകുന്നു, പക്ഷെ അവർ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അല്ല പോകുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ കുട്ടികളും ചീത്തയാന്നല്ല, നല്ല കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഋഷിരാജ് സിംഗ് സാറ് പറഞ്ഞൊരു വലിയ പോയിന്റ് ഉണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് സംസാരിക്കണം. നമ്മൾ സ്വന്തം കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്, ഞാൻ കുറച്ച് ദിവസം ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം. കുട്ടി ഇരുന്ന് പഠിക്കുക, അച്ഛനും അമ്മയും മൊബൈൽ നോക്കിയിരിക്കുക, അമ്മൂമ്മ TV സീരിയൽ കണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുക. അതെങ്ങനെ ശരിയാവുക? അച്ഛൻ ചാനൽ ചർച്ച കാണുന്നു, അമ്മ സീരിയൽ കാണുന്നു, കുട്ടി ഇരുന്ന് പഠിച്ചോളാം. ഈ കുട്ടികൾ നമ്മളിന്ന് സംസാരിക്കുന്നുണ്ടോ? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുക, ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കോലായിൽ ഇരുന്നിട്ട് എല്ലാവരും സംസാരിക്കും. അമ്മൂമ്മ ഉണ്ടാവും, അമ്മായിമാരുണ്ടാവും. അത്രയ്ക്കൊന്നുമില്ലെങ്കിലും കുട്ടികളടുത്ത് കുറച്ച് സമയം സംസാരിക്കണം. കുട്ടികൾക്ക് വിഷാദരോഗം, നിങ്ങൾ വിചാരം വിഷാദരോഗം മുതിർന്നവർക്ക് മാത്രമുള്ളതാണെന്നാണോ? അല്ല, കുട്ടികളിൽ 20-25% കുട്ടികൾക്ക് ഉത്കണ്ഠ രോഗവും വിഷാദരോഗവും ഉണ്ടാവും. അത് നിങ്ങൾ സംസാരിക്കണം. കാരണം അതിന് ഉദാഹരണം പറഞ്ഞുതരാം. കുറച്ചു ദിവസം മുമ്പ് ഒരു പയ്യൻ, അവനെക്കാട്ടി 10 വയസ്സ് മുതിർന്നൊരു കാമുകി, എന്താ ചെക്കനൊരു 17 വയസ്സല്ലോ, കാമുകിക്ക് 27 വയസ്സുണ്ട്. അവിടെ അവൻ പോയി താമസിച്ച് കൊടുന്നപ്പോ ഈ പയ്യന്റെ ഉമ്മ ആ കാമുകിനെ വിളിച്ചപ്പോ കാമുകി എന്താ ഉമ്മയെടുത്ത് പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ മോനായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ല, ഞാൻ കുറച്ച് സംസാരിച്ചാന്നുള്ളോ, ഇവിടെ നമ്മൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അവന് പിന്നെ മനസ്സിലാവുന്ന അതൊരു കാമുകി പോലെ ആയിരുന്നില്ല, അവന് സംസാരിക്കാനൊരു ആളായിരുന്നു വേണ്ടത്. ആ ഒരു ഗതികേട് ചിന്തിച്ചു നോക്കൂ. സ്വന്തം ഉമ്മയ്ക്ക് മോനായിട്ട് സംസാരിക്കാൻ സമയമില്ലാതെ പോയി. നമ്മൾ കാമുകിയെന്ന് വിചാരിച്ച ആള് കാമുകിയായിരുന്നില്ല, അവന് സംസാരിക്കാൻ ആളെ വേണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊബൈലും വന്ന് നമ്മളെ ജീവിതത്തിന് തിരക്ക് കൂടിയപ്പോ പല വീടുകളിലും കുട്ടികൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റപ്പെടലിൽ നിന്നാണ് വിഷാദരോഗം ഉണ്ടാവുക, അതിൽ നിന്നാണ് ഉത്കണ്ഠ ഉണ്ടാവുക. പിന്നെ കുട്ടികൾ ഉണ്ടാവുന്ന കുറച്ച് അസുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് ലളിതമായ മലയാളത്തിൽ പറഞ്ഞുതരാം. കണ്ടക്ട് ഡിസോർഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും. കണ്ടക്ട് ഡിസോർഡർ എന്താ പറയുക? ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നല്ല ദേഷ്യം. അതിന്റെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാം ID തരാം. ഞാനും കുറച്ചൊരു ന്യൂ ജനറേഷനായി മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളും കാരണം ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യണം. കണ്ടക്ട് ഡിസോർഡർ എന്താ പറയുക? നിയമങ്ങൾ അനുസരിക്കാത്ത കുട്ടികൾ, മുതിർന്നവരോട് ബഹുമാനം കാണിക്കാത്ത കുട്ടികൾ, സമൂഹത്തിന്റെ നിയമങ്ങൾ, ഒരു നാട്ടിലൊരു നിയമത്തിന് ചട്ടം ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് എണിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് വേണം. ഈ അടുത്ത് തന്നെ ടീച്ചർ പറഞ്ഞു, ഇപ്പോഴും എന്റെ അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എണിച്ചു നിൽക്കും, റോഡ് ക്രോസ് ചെയ്തൊന്ന് സംസാരിക്കും. ഇപ്പോഴത്തെ പല പിള്ളേര് 10ാം ക്ലാസ് പാസ്സായിട്ട് അടുത്ത വർഷം ടീച്ചർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ റോഡ് മാറിപ്പോകും. എന്താ ടീച്ചർ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവർ വേഗം റോഡിന്റെ ഈ സൈഡിൽ ആ സൈഡിലേക്ക് ക്രോസ് ചെയ്തു പോകും. അതാണ് നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളൊക്കെ അധ്യാപകരാണെങ്കിൽ നമ്മളിപ്പോൾ എണിച്ചിട്ടില്ലേ? അതാണ് ആ വ്യത്യാസം. സമൂഹ സംബന്ധമായ നിയമങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. മുതിർന്നോട്
ബഹുമാനില്ലായ്മ, ദേഷ്യം, ഒരു ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി, സാധനങ്ങൾ നശിപ്പിക്കുക, ഇതിനാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിപ്പോ വളരെ കോമൺ ആണ് കേട്ടോ, വളരെ കോമൺ ആണ്. വ്യക്തിത്വ വൈകല്യം എന്ന് പറയും, പേഴ്സണാലിറ്റി ഡിസോർഡർ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ കുടുംബത്തിൽ പല കുട്ടികളും അങ്ങനെ ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡർ സമൂഹത്തിൽ വ്യാപകമായി പടരുകയാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കുട്ടികളിൽ വിഷാദരോഗം, ഉത്കണ്ഠ, വ്യക്തിത്വ വൈകല്യങ്ങൾ നന്നായിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത് സംസാരിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല 3 കഷ്ണമായി സംസാരിക്കാൻ. രണ്ടാമത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയുടെ യൂസിനെ പറ്റിയിട്ടാണ്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു കടക്കാരൻ എന്താ ആഗ്രഹിക്കുക, ആ കടയിൽ പിന്നെയും വാങ്ങിക്കാൻ വരണമെന്നല്ലേ. ഇതേ സിദ്ധാന്തമാണ് സാഹിബ് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലും അവരതിന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളത് പിന്നെയും പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ അവർക്ക് കച്ചവടം കിട്ടുള്ളൂ, അപ്പോഴേ അവരുടെ പരസ്യങ്ങൾ ചെലവാകുള്ളൂ. ഇത്രയുള്ള സംഭവം. അപ്പോ ഈ സോഷ്യൽ മീഡിയയിലെ അഡിക്ഷൻ വലിയൊരു പ്രശ്നമായി മാറണം. അത് എല്ലാ രീതിയിലും നമ്മൾ ബാധിച്ചേക്കാം. നമ്മൾ ക്ഷമ കുറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട അരുൺ സാറ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രൊഫസർ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് പോയി ക്യൂ നിൽക്കണ്ട. അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഭക്ഷണം വീട്ടിലേക്ക് കൊടുന്നു തരും, അല്ലേ? ക്ഷമ തീരല്ല, ഒന്നിനും ക്ഷമല്ലാതെ ഓരോരോ റീല് കണ്ട് കണ്ട് രാത്രി സമയം ചെലവഴിക്കുക. ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ മിനിമം 6-7 മണിക്കൂർ ഉറങ്ങണം. പല ചെറുപ്പക്കാരും, ഇന്നലെ എൻ്റെ ഒരു പയ്യന്റെ അമ്മ പറഞ്ഞതാ, സാറിന് മരുന്ന് അവൻ കഴിക്കും, എന്റെ മരുന്ന് അവൻ കഴിക്കും. എത്ര മണിക്കാന്ന് പറയും? 12 മണിക്ക്. എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങുത്ര. എത്ര മണിക്ക് എനിക്കാന്നറിയോ? അടുത്ത ദിവസം 12 മണിക്ക് ഉച്ചയ്ക്ക്. ഇതല്ല അതിന്റെ രീതി. ഐഡിയലി ശരിക്കും പറഞ്ഞൊരു മനുഷ്യൻ മിനിമം ഒരു 10-11 നമുക്ക് ഇടുന്നത് ഒരു സുബൈക്ക് ആ സമയത്ത്. അതിനാണ് അങ്ങനെ മതഗ്രന്ഥങ്ങൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഏത് മതമെടുത്താലും, അത് ഹിന്ദുയിസം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആയാലും എല്ലാവരും പറയുന്നത് സുബൈക്ക് ഇരിക്കണം, കാലത്ത് ഇരിക്കണം എന്നാണ്. കാരണം അതാണ് ഒരു മനുഷ്യന്റെ ഒരു ദിനചര്യ. അത് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ നമ്മളുടെ ഉള്ളിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു, ഡിപ്രഷൻ ഉണ്ടാക്കുന്നു, വിഷാദരോഗം ഉണ്ടാക്കുന്നു, ഉത്കണ്ഠ ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധയുടെ സമയം കുറഞ്ഞു എന്നുള്ളതാണ്. ആൾക്കാർക്ക് കുറച്ച് സമയം മതി, കൂടുതൽ സമയം സംസാരിക്കാൻ സമയമില്ല. കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ജോലി സ്ഥലത്തും സമയം വേണ്ടേ? ഇരുന്ന് കേൾക്കണ്ടേ? പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? ശ്രദ്ധ ഉണ്ടെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ പറയാനുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കോവിഡ് കാലഘട്ടമല്ലേ, ആ കോവിഡ് കാലഘട്ടത്ത് നമ്മളുടെ മക്കൾക്ക് കൊടുത്ത ഫോൺ ഉണ്ടല്ലോ, പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ, അല്ലെ? മക്കൾക്ക് കൊടുത്ത ഫോൺ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. നമ്മൾ പുതിയ ഫോൺ വാങ്ങിക്കുക ചെയ്തത്. അവിടുന്നാണ് ഇത് ഈ സ്ഥിതി ഇത്രയ്ക്ക് രൂക്ഷമായത്. അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പലപ്പോഴും ഈ മൊബൈൽ ഫോണിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോൺ അന്നൊരു ആവശ്യമായിരുന്നു, പിന്നെ ആ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയില്ല. അതാണ് സോഷ്യൽ മീഡിയയുടെ. പണ്ട് ഈ ഗ്രാഫ് ഇങ്ങനെയാ പോണ്ടായിരുന്നത്, ഇത് ഇങ്ങനെ ഒറ്റയടിക്കാണ് കയറിയത്. അതിന് കാരണം കൊണ്ടാണ്. ഇനി ഇത് രണ്ടിന്റെയും കൂടെ ഉള്ള കോമ്പിനേഷൻ അർത്ഥം കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷാദരോഗം, ഉത്കണ്ഠ, ഒറ്റപ്പെടൽ, വീട്ടിൽ നിന്നുള്ള അകൽച്ച. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ വേറെ പ്രശ്നം പലപ്പോഴും അച്ഛനമ്മമാരിൽ പലവരും ഇവിടെ ഉണ്ടാവാറില്ല. അച്ഛനൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും, ഇപ്പൊ പുറത്തായിരിക്കും. ഇതിന്റെ ഒപ്പം സോഷ്യൽ മീഡിയ കൂടി ചേർന്ന് വന്നപ്പോൾ പിന്നെ ഞാനൊരു നല്ല സത്യം പറയാം. രാഷ്ട്രീയക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിതിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് പറയാം. നാട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയക്കാരെ അറിയാതെ ഒന്നും നടക്കില്ല. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിന് കണ്ണടയ്ക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, കണ്ണടയ്ക്കുന്നുണ്ട്. നാട്ടിൽ ലഹരി സുലഭമായി കിട്ടുന്നു. പ്രത്യേകിച്ച് സ്കൂളിന്റെ പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് പയ്യന്മാര് അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാരായാലും ശരി വണ്ടി ഓടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. എക്സൈസുകാർക്കും പോലീസുകാർക്കും എല്ലായിടത്തേക്കും എത്താൻ പറ്റില്ല. സുലഭമായിട്ടുള്ള ഡ്രഗ്സ് പോകുന്നുണ്ട്. നല്ല ലാഭമുള്ള ബിസിനസ്സാണ്, കാശുള്ള ബിസിനസ്സാണ്, കോടികളുടെ ബിസിനസ്സാണ്.
നമ്മളുടെ പിള്ളേരെ അവരൊന്നൊന്നായി അറിയാലോ. ഒരു സിംഹം വേട്ടയാടുമ്പോൾ ഒരു കൂട്ടം മാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിംഹം എപ്പോഴും നോക്കുക അതിൽ ഒരു ചെറിയ ഞൊണ്ടുന്ന മാനയായിരിക്കും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു ക്ഷീണിച്ചിരിക്കുന്ന ഒരു മൃഗത്തിനെയാണ് സിംഹം എപ്പോഴും നോക്കുക. ഇതുപോലെ തന്നെ ഡ്രഗ്സ് വിൽക്കുന്ന ആൾക്കാർ, ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞ പോലെ, ഞാൻ സാറിന് ബാക്കിയാ പറയാം, ഒരു ബാച്ചിൽ 2 ചെക്കന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു ചെക്കന് എന്തെങ്കിലും വിഷമമുണ്ടായിരിക്കും, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉപ്പ മരിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ പണിക്ക് പോകുന്നതായിരിക്കും. ആ ഒരാളെയാണ് അവർ പിടിക്കുക. വാടാ നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആ പിടിച്ചു 1000 പിടിച്ചു, നീ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്ത് കൊടുക്കും. ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുള്ള വിഭാഗം എന്ന് പറയും വണ്ടിക്കച്ചവടം. മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ ഒരു സംഭവമാണ് കേട്ടോ. തൃശ്ശൂർ സൈഡിലേക്ക് അത്രയ്ക്കില്ല. വണ്ടിക്കച്ചവടം ചെയ്യുമ്പോൾ കയ്യിൽ കാശ് കിട്ടാം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഞാൻ ഈ പ്രൊഫഷൻസിലൊന്നും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ചില മേഖലകൾ, പാചകത്തിന്റെ മേഖല, കയ്യിൽ കാശ് കിട്ടുന്ന മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കയ്യിൽ നേരിട്ട് കാശ് വരുന്നത്. കുറച്ചു ദിവസം ഒരു പയ്യൻ പറഞ്ഞു, സാറേ മരുന്നൊക്കെ എഴുതരും, എനിക്ക് വേഗം പോണത്, അല്ലെങ്കിൽ വൈകുന്നേരം മണൽക്കടുത്തുണ്ടെന്ന്. വൈകുന്നേരം മണൽക്കടുത്തുണ്ടെന്ന് അവന് വേഗം ഒന്ന് പോകണം സാറേ, സാർ മരുന്ന് തരും. അവന് മരുന്നും കഴിക്കുന്നുണ്ട്, മണൽക്കടത്തിന് പോകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കും, തമ്മിൽ ഭേദം തൊമ്മൻ. ഞാൻ പറഞ്ഞു, നീ അറ്റ്ലീസ്റ്റ് ലഹരി നിർത്തിയല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഒരു പോക്ക് എങ്ങടാണല്ലോ. ഈ 2 പിള്ളേരെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് കുറച്ച് കാശ് കൊടുത്ത് അവരെ അതിമരുതിയിലാക്കുക, അവരുടെ ആ വീക്ക്നെസ്സിൽ കയറി പിടിക്കുക, പിന്നെ അവിടെ നമ്മുടെ ബാച്ചിൽ ഓരോന്നായി കൊടുക്കുക. അങ്ങനെയാണ് പെൺപിള്ളേർ എത്തിയിരുന്നത്. ഉമ്മമാരെ ഒരു കാര്യം അറിഞ്ഞു നോക്കുക, നിങ്ങളുടെ പെൺപിള്ളേരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, പാവങ്ങളായി നിങ്ങൾക്ക് അറിയാത്ത. കുറച്ചു ദിവസം മുമ്പ് എൻ്റെ ഒരു പെൺകുട്ടി പറഞ്ഞു, അവളുടെ ഉമ്മൂമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഗുളികയുണ്ട് തരിപ്പിനുള്ളത്. ആ തരിപ്പിന്റെ ഗുളിക പാവം ഉമ്മൂമ്മയ്ക്ക് 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ഉമ്മൂമ്മേനെ കെടുത്തി ഉറക്കിയിട്ട് അവൾ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറക്കുക. ലഹരി ഉപയോഗിക്കും. ബാക്കിയുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു. ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാം കണ്ടുപോകുന്നു. ഭാര്യയുടെ MDMA ചികിത്സയ്ക്ക് ഭർത്താവ് ഒന്ന് അഡ്മിറ്റ് ആക്കി എന്റെ ഹോസ്പിറ്റലിൽ. ഊഹിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കാലഘട്ടം? ഭാര്യയുടെ ലഹരിക്ക് വേണ്ടിയിട്ട് ഭർത്താവ് കൊടുത്ത് എന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഉണ്ട് നമ്മുടെ നാട് പോകുന്ന ഒരു അവസ്ഥ മനസ്സിലായോ? അപ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര തരുന്നു. എന്റെ അമ്മ എനിക്ക് പറയണേ, പഴയ തലമുറത്തെ ആൾക്കാരാണ്. എന്റെ അമ്മ എനിക്ക് പറയാം, ഈ മോനെ സ്ത്രീകളൊന്നും ലഹരി ഉപയോഗിക്കുക, അതൊക്കെ അമേരിക്കയിലത്തെ പെണ്ണുങ്ങളല്ലേ. എന്താ യൂറോപ്പ്, അമേരിക്ക, വിദേശ രാജ്യത്തെ പാശ്ചാത്യവൽക്കരണം നടത്തിയ രാജ്യങ്ങൾ, അവിടെയൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ല. പിന്നെ എന്റെ കുറച്ച് കൂട്ടുകാരത്തികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോ എന്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ എടുപ്പുണ്ടാവും. മനസ്സിലായോ? സോഷ്യൽ മീഡിയയും ശിഥിലമായി പോകുന്ന കുടുംബങ്ങളും വിഷാദരോഗം ആ ഒരു വളമൊരുക്കിയും ലഹരിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ലഹരിയുടെ പറ്റി പറഞ്ഞുതരാം. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും എല്ലാവർക്കും അറിയാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞ പോലെ സ്ത്രീകളാണ് വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. എന്തൊക്കെ വന്നാലും നമ്മുടെ സമൂഹത്തില് ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇപ്പോഴും പുരുഷന്മാര് പാചകം ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും സ്ത്രീകളാണ് ഇപ്പോഴും വീട് എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ബേസിക്കലി ഒരു നമ്മുടെ രാജ്യത്തിന് നെടുന്തൂണം നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളാണ് നമ്മുടെ കുടുംബങ്ങൾ നോക്കുന്നത്, അതിലൊരു സംശയമില്ല. അപ്പോ ഈ സ്ത്രീകൾ അറിഞ്ഞിരിക്കണം ഓരോരുത്തർ സ്വഭാവ വ്യത്യാസം. ഞാൻ പറഞ്ഞുതരാം. ചില പുരാതന കാലമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്, നമ്മുടെ നാട്ടിലെ കാരണവന്മാരൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള സിഗരറ്റ്, അല്ലെങ്കിൽ ബീഡി, അല്ലെങ്കിൽ പൊടി, അല്ലെ, മുറുക്കാൻ, നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ചില പുരാതന കാലമായിട്ട് നമ്മളെ എന്റെ എത്രയോ കാരണവന്മാരെ, എന്റെ അമ്മമ്മയൊക്കെ മുറുക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മദ്യവും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. അതുകൊണ്ടാണല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറേബ്യയില് നബി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മദ്യത്തിനുണ്ട് എല്ലാ തിന്മകളുടെയും മാതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാരണം അതുകൊണ്ടാണ്, കാരണം അന്നത്തെ കാലത്ത് അത്രയ്ക്ക് മദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും നല്ലതെന്നല്ല, ഇതൊക്കെ മോശപ്പെട്ട സംഭവമാണ്. ക്യാൻസർ ഉണ്ടാക്കും ഒക്കെ ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയോ കാരണവന്മാർ പീരിയഡ്സ് എടുത്തിട്ടുണ്ട്, അവർക്ക് ആർക്കും ഭ്രാന്തായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. മിലിറ്ററിക്കാരും പോലീസുകാരും അല്ല, മിലിറ്ററിക്കാർക്കൊക്കെ അതിന് കോട്ട ഇറക്കുന്നുണ്ട്. എത്ര മിലിറ്ററിക്കാർ ഭ്രാന്തായി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ശരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം ലഹരിയാണ്,
മദ്യം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അടിമുടി അസുഖങ്ങൾ ഉണ്ടാവും, സിഗരറ്റ് കാരണം ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോ ബാധിക്കുന്ന പ്രശ്നം ഇതിനെക്കാട്ടിയൊക്കെ വലുതാണ്. നമ്മളിപ്പോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. മനുഷ്യനിർമ്മിത, നമുക്കുള്ള പരിപാടി പോരാഞ്ഞിട്ട് മനുഷ്യനിർമ്മിതമായ ഡ്രഗുകൾ ഉണ്ടാക്കിയുള്ളത്. ഇതിന് ചരിത്രം എന്ന് പറഞ്ഞുതരാം. ഇതിന് ചരിത്രം ഇരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ്. ഈ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ സോൾജർമാര്, ഈ ഭടന്മാർക്ക് കുറച്ച് ഉറക്കല്ലാതെ സജീവമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് ഈ മീഥൈൽഫെനിഡേറ്റ് എന്ന് പറഞ്ഞ സാധനം. ഈ മീഥൈൽഫെനിഡേറ്റ് ഉണ്ടാക്കിയത് ഭടന്മാർക്കായിരുന്നു. അത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി പണി പാടില്ല, അത് നിർത്തി. പക്ഷെ മനുഷ്യനല്ലേ, എന്തും ഒരു കവളത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നമ്മൾ സ്വയം നിർമ്മിക്കാൻ, അത് ഉണ്ടാക്കിയ കമ്പനി അത് പിൻവലിച്ചു, പക്ഷെ നമ്മൾ അത് ഉണ്ടാക്കാറില്ല. അവിടെ നിന്ന് തുടങ്ങിയതാണ് MDMA അല്ലെങ്കിൽ മീഥൈൽഫെനിഡേറ്റ് എന്ന ആ ഒരു വർഗം, ആ ഒരു സിന്തറ്റിക് ഡ്രഗ്സ്. അതാണ് നമ്മുടെ നാടിന് ഇപ്പൊ കാരണത്തിലുള്ളത്. എന്റെ ആശുപത്രിയിൽ ഇപ്പൊ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞു എത്രയോ പേഷ്യൻസിനെ ചികിത്സിക്കുന്നത്. ഞാൻ എന്റെ ആശുപത്രിക്ക് ഒരു കോമഡി പറഞ്ഞു, ഈ അടുത്തുള്ള ഒരു തമാശയാണ്. ഒരു പയ്യനെ കൊടുക്കും 580 600 രൂപയാണോ കേട്ടോ യൂറിൻ ടെസ്റ്റിന്. മൂത്ര പരിശോധനയ്ക്ക് 600 രൂപയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ ആശുപത്രിക്ക് കൊടുക്കണോ? നൈസായിട്ട് ആ യൂറിനെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കത്ത പറയുന്ന പോലെ അങ്ങ് പറയും, മദ്യം, ബാർബിറ്ററേറ്റ്സ്, ബെൻസോഡൈസിൻസ്, അത് ഗുളികളാണ് കേട്ടോ. കറുപ്പ് എന്ന് പറഞ്ഞ ഒപ്പിയം കേട്ടില്ല, കറുപ്പ് നാട്ടിലൊക്കെ ഇല്ലേ കറുപ്പ്, കഞ്ചാവ്, MDMA, ഇതെല്ലാം ഒരു മാസത്തിനുള്ളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു വരും. 500 രൂപയാണോ? ഇത് പലർക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലായിരുന്നു? അത് അറിയുന്നവരുടെ കയ്യൊന്ന് വെക്കോ? കുറച്ചു പേർക്ക് അറിയാം, പക്ഷെ ഇത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്റെ ഹോസ്പിറ്റലിന്റെ PROന്റെ നമ്പർ തരാം, സാറ് പറഞ്ഞ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. പലപ്പോഴും എനിക്ക് ഗവൺമെന്റ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരു പോരായ്മ തോന്നിയിട്ടുള്ളത്, അതൊരു കുറ്റമല്ല കേട്ടോ, സർക്കാരിന്റെ ഫണ്ടിന് കുറവുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു യൂറിൻ കിറ്റ് അല്ലെങ്കിൽ ആധുനികമായ ചികിത്സകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതാണ് എനിക്ക് VRCയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ആശുപത്രിക്കാരെ ഒരുക്കി തരുന്നുണ്ട്. ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക അവന്റെ മൂത്രം പരിശോധിച്ചിട്ടുണ്ടോ, അതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പൊ പ്രഷറും BP നോക്കണക്കാട്ടും കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ഈ അടുത്ത് 2-3 പെൺപിള്ളേരെ ഞാൻ പരിശോധിച്ചിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ ഒന്നില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലോ സർക്കാർ ആശുപത്രിയിലോ അഡ്മിറ്റ് ചെയ്യണം. പലരും പറയുന്നൊരു ന്യായമുണ്ട്, കുട്ടിയുടെ കല്യാണം മുടങ്ങുമോ, കുട്ടിക്ക് ചീത്തപ്പേരുണ്ടാവുമോ? നിങ്ങളുടെ കുട്ടിയുടെ ചീത്തപ്പേരാണോ നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങളുടെ കുട്ടിക്ക് ലഹരി ഉപയോഗിച്ചിട്ട് വിഷാദ രോഗം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണത്? ചിന്തിച്ചാൽ മതി. കല്യാണം കഴിക്കാതിരിക്കൊക്കെ പിന്നെയല്ലേ, ചീത്തപ്പേരൊക്കെ പിന്നെയല്ലേ. കുട്ടി ആദ്യം ജീവിക്കട്ടെ, ജീവിക്കാനൊരു കാരണം വേണ്ടേ? മുമ്പ് പറഞ്ഞ പോലെ സോംബികളായി നടക്കുന്ന പേഷ്യൻസിനെ കാണണമെങ്കിൽ, ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വടി പോലെ ആവുന്ന പേഷ്യൻസിനെ നമ്മൾ കാണാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ഓരോന്നായിട്ട് പറയട്ടെ. കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിജുവാന എന്ന് പറയുന്ന സാധനം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലേ? കഞ്ചാവ് ഹാഷ് ഓയിലായിട്ട് ഉപയോഗിക്കും, ഒരു പേസ്റ്റ് പോലെയാണ് കേട്ടോ. വീട്ടിൽ അമ്മമാര് എന്തെങ്കിലും ചെറിയൊരു ഗ്ലാസിന്റെ പീസില് ഒരു ചെറിയ ട്യൂബിൽ, ഗ്ലാസിന്റെ ചെറിയ ട്യൂബിൽ ഒരു പശ തേച്ച് വെച്ച പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് ഹാഷ് ഓയിലാണ്. ചെറിയ ചെറിയ ഗുളികകൾ പോലത്തെ, വെളുത്ത പൊടി പോലത്തെ, കല്ലുപ്പ് പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അത് MDMA ആണ്. പണ്ട് ആൾക്കാർ MDMA അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയുള്ള പിള്ളേരെ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വേഗം ഗൾഫിലേക്ക് കയറ്റി വിടും, നന്നാവട്ടെ എന്ന് വെച്ചിട്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഗൾഫിൽ ഇവിടത്തെ കാട്ടിയും കൂടുതൽ ലഹരിയാണ്. ഗൾഫിൽ വീട്ടിലേക്ക് ലഹരി എത്തിച്ചേരും, മദ്യം വീട്ടിൽ, ഗൾഫിൽ നിന്ന് ദുബായിൽ ഇപ്പൊ വീട്ടിലേക്ക് എത്തിച്ചേരും മദ്യം. ഇതൊന്നും പോരാത്തതിന് അതിനെക്കാട്ടും പുതിയ പുതിയ ലഹരികൾ, MDMA തന്നെ ഷാബു എന്ന സാധനമൊക്കെ ഉണ്ട്, പേര് കേൾക്കാൻ രസമാണ്. ഷാബു വയലന്റ് ആണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാർ വയലന്റ് ആവും. അങ്ങനത്തെ ലേറ്റസ്റ്റ് ഗുളികകൾ നമ്മുടെ നാട്ടിൽ ദൈവസാക്ഷ്യം എത്തിയിട്ടില്ല, ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ ആശുപത്രിയിലാകുമ്പോൾ രോഗികൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞില്ല, അവർക്കിത്
ഈ അസുഖത്തിന് കെട്ടൊന്ന് കഴിയുമ്പോൾ അവർക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവര് ഓരോന്നായിട്ട് പറഞ്ഞു തരും. ചില പിള്ളേരെ ലഹരിയുടെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ 10-18 ഉണ്ടാവും. ഞാൻ ഈ അടുത്ത വർഷത്തിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊക്കി പൊടി മൂക്കിട് വലിക്കുന്നുണ്ട്, പഞ്ചസാര പൊടി പോലെ ഇരിക്കും കൊക്കി, കറുത്ത പേസ്റ്റ് പോലെ, ഹാഷ് ഓയിൽ, കഞ്ചാവ് വലിക്കും ചെയ്യാം. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് കഞ്ചാവിന്റെ ഓയിൽ എടുത്തിട്ട് ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് പെമ്പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. പെമ്പിള്ളേർ എവിടേക്കെങ്കിലും പോകുമ്പോഴേക്കേ ഇവർക്ക് ഇത് ഓംലെറ്റ്, ഇതിന് എണ്ണ ഉണ്ടാക്കിയിട്ട് ആ എണ്ണയിൽ ഉണ്ടാക്കുന്നുണ്ട് ഡബിൾ ഓംലെറ്റ്. നമ്മളെ കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ടാവും പലയിടത്തും. അതില് മാജിക് മഷ്റൂം കുറെ കഴിക്കുക. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ട് പറഞ്ഞില്ല, ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ചെക്കന്മാരെ വന്നിട്ട് ഈ കണ്ണ് കലങ്ങിയിരിക്കുന്നതിന് തുള്ളിമരുന്ന് തരുമെന്ന് പണ്ട് ചോദിക്കുകയായിരുന്നു. എന്റെ അച്ഛനമ്മയ്ക്കും ഗുരുവായൂർ ഒരു മെഡിക്കൽ ഷോപ്പാണ്. എന്റെ അമ്മ ചോദിച്ചത്, മോൻ എന്തിനാണ് ഈ പിള്ളേരെ വന്ന് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു നിർത്തിക്കോണം എന്ന് പറഞ്ഞു. ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും കൂടി കർശനമായി നടപാടുന്നുണ്ട്. ഈ പണ്ടൊക്കെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ പ്രിസ്ക്രിപ്ഷനിലാണ് മരുന്ന് കിട്ടുന്നില്ലേ? ഓർമ്മ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മളെ പോലത്തെ ആൾക്കാരാണ്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലേ? പക്ഷെ അതിന് കാരണം പാരസിറ്റമോൾ ഗുളിക പോലും പെപ്സിയുടെ ഒപ്പം കലർത്തിയിട്ട പിള്ളേർ ഉപയോഗിക്കുക. കുറച്ച് പാരസിറ്റമോൾ പെപ്സിയിൽ കലക്കുക, അതിന് കിക്ക് കിട്ടും. ഉമ്മമാർക്ക് കൊടുക്കുന്ന തരിപ്പിന്റെ ഗുളിക ഒരു പയ്യനെടുത്ത് പറഞ്ഞ, ഞാൻ ആ ബ്രാൻഡ് പറയുന്നില്ല, ഇത് തെറ്റായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. സാർ എന്റെ ഉമ്മയുടെ തരിപ്പിനുള്ള ഗുളിക അത് കാലത്ത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ സാധാരണ നമുക്കൊക്കെ ക്ഷീണം കഴിച്ചു. ഇവൻ കാലത്ത് 2 എണ്ണം കഴിക്കുക. അവന് വെച്ചാൽ 2 എണ്ണം കഴിച്ചാൽ സാർ ഇത് 2 എണ്ണം കഴിക്കുക, ഒരു ചായ കുടിക്കുക, ഒരു സിഗരറ്റ് കഴിക്കുക, സെറ്റാണ്. അവൻ പറഞ്ഞതാ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ മെഡിക്കൽ ഷോപ്പിൽ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ നിർത്തിയത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഡ്രഗ് കൺട്രോളറും പോലീസുകാരും ഡോക്ടർമാരും കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട്. പാരസിറ്റമോൾ ഗുളിക 20-30 എണ്ണം 3-4 പ്രാവശ്യമായി കഴിച്ച ആത്മഹത്യാ സംബന്ധിച്ച് പറയുന്നുണ്ട്. എത്ര? അത് അവൻ പല മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക ചെയ്യും. പല മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് 20-30 ഗുളിക വെച്ച് വാങ്ങിച്ചു. മനസ്സിലായോ? ഇനി ഏതാ ഞാൻ പറയാൻ ബാക്കിയുള്ളത്? LSD. ഇതില് LSDയും MDMA ഞാൻ അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. MDMA അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ ലഹരിയും അടിക്കുന്നത് പല കുട്ടികളും ഈ ലഹരി അടിക്കുന്നത് എന്തിനാണെന്ന് അറിയാം. ഒരാളും കാലത്തെ അടിച്ചിട്ട് ഒരു പയ്യനും ലഹരി അടിച്ചിട്ട് ഞാനൊരു അഡിക്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടല്ല. അവന് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു ടെൻഷൻ, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആ സിംഹം ആന ചൂഷണം ചെയ്ത് അതിന് കൊല്ലാൻ വരുന്ന പോലെ അവന് കണ്ടെത്തും. അവനൊന്നും ഡിപ്രസ്ഡ് ആയിരിക്കും. ഒരു പ്രണയ നൈരാശ്യം ഉണ്ടാവും. ചെറുപ്പല്ലേ, പ്രായതല്ലേ. ആ പ്രണയ നൈരാശ്യത്തിന്റെ ആ സമയം ഇവര് വന്നിട്ട് നീ ഒന്ന് MDMA അടിക്കുന്നു, സെറ്റാവുന്നു. ഈ MDMA അടിച്ചു കഴിയുമ്പോൾ അതിന്റെ വേറെ പേരെന്താ പറയുക ഇംഗ്ലീഷില്? എക്സ്കസി എന്നാണ് പേര്. എക്സ്കസി എന്ന് പറയുമ്പോ ഉന്മാദം. അപ്പൊ ഈ MDMA അടിച്ചു കഴിയുമ്പോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചു കഴിയുമ്പോ, പ്രത്യേകിച്ച് കഞ്ചാവിനെക്കാട്ടും കൂടുതൽ MDMA അടിച്ചു കഴിയുമ്പോ നമുക്ക് ഉറക്കല്ലാതെ എന്തൊരു നല്ല കാര്യമല്ലേ? ഏതൊരു ജന്തു ഉറങ്ങണം. കുതിര നിന്നിട്ട് ഉറങ്ങും, കുരങ്ങന്മാര് ഉറങ്ങും, മീനുകൾ നീന്തിക്കൊണ്ട് ഉറങ്ങും അല്ലെ? മനുഷ്യൻ 6-7 മണിക്കൂർ ഉറക്കല്ലാതെ. ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവന്റെ കുറച്ച് കൂട്ടുകാരൻ നിർബന്ധിപ്പിച്ച്, അവന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അവനെ കൊണ്ട് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ 2 ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. അതിന് അവൻ പേടിച്ചു പോയി എന്നാ പറഞ്ഞു. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷവും ഒരു ഉന്മാദം കിട്ടും. പലർക്കും ഇത് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സംഭവം പറഞ്ഞുതരാം. ഈ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ പറഞ്ഞു, 2-3 പിള്ളേരെടുത്ത് പ്രവർത്തിക്കുന്ന പിള്ളേരാ, ഭയങ്കര ഉന്മേഷം പ്രവർത്തിക്കാൻ. ഇവർക്ക് എന്തോ ഡൗട്ട് അടിച്ചു. അത് ഇത്രയ്ക്കും ഒരു മനുഷ്യന് ജോലി ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? ഭയങ്കര ഉന്മേഷം. അവർ ലഹരി ഉപയോഗിച്ചില്ലായിരുന്നു. ആ പാർട്ടിക്കാര് ആ കുട്ടികളെ തന്നെ എന്റെ അടുത്തേക്ക് കൊടുക്കും, ഞാൻ മരുന്ന് കൊടുക്കുകയും ചെയ്യും. പ്രശ്നം എന്താണെന്ന് അറിയുന്നത്? അത് കുട്ടികൾക്ക് അറിയില്ല. അത് ഈ നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഈ വിഷാദരോഗം എന്ന് പറഞ്ഞ സാന്നിധ്യം കഴിഞ്ഞാൽ വരും. നമ്മൾ തലച്ചോറിലെ കുറെ രാസപദാർത്ഥങ്ങളുണ്ട്. ഈ MDMA കഞ്ചാവും LSD അടിച്ചു കഴിയുമ്പോൾ ഇത് അടിച്ചു കയറുമ്പോൾ ഇത് കയറിയതിനു ശേഷം ആ ഉയർച്ചയ്ക്ക് ശേഷം പിന്നെ ഒരു താഴ്ച, പിന്നെയാണ് വിഷാദരോഗം ഉൾക്കൊണ്ടി വരിക. അപ്പൊ അത് നിങ്ങൾ മറക്കരുത്. ഇത്
പ്രകൃതി തത്വമാണ്. കഞ്ചാവിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു. ഞാൻ അതിന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കഞ്ചാവ് പ്രകൃതി തത്വമാണ്, ദൈവം ഉപയോഗിക്കുന്നതാണ്, മൈൻഡ് സെറ്റ് ആവും, പ്രാചീനമാണ്. 100 പേര് കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 20% ആൾക്കാർക്ക് മാനസിക അസുഖം വരും. ആ 20% ആരാ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഹരിച്ചു കുളിച്ചു നോക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലം എന്തെങ്കിലും ഒരു മാനസിക അസുഖത്തിനുണ്ടെങ്കിൽ ഒരുത്തം കഞ്ചാവ് അടിച്ചാൽ അവൻ നോർമലാണ്. MDMA അടിച്ചാലും അങ്ങനെ തന്നെ. അതൊന്നും ഒരിക്കലും മറക്കരുത് കേട്ടോ. പിന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം LSD. ഏറ്റവും വിഷമമുള്ള കാര്യം എന്താ പറയുക? LSD എന്ന് പറഞ്ഞാൽ ഹാലൂസിനോജൻ ആണ്. ഹാലൂസിനോജൻ എന്ന് പറഞ്ഞാൽ രൂപങ്ങൾ കണ്ണിൽ കാണും, ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കും. എന്റെ രോഗി പറഞ്ഞതാ, സാറേ ഈ പൂക്കളൊക്കെ ഇല്ലേ ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇവര് സ്കാമ്പാക്കിയിട്ട് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത്. എന്തൊരു നേരും നൊറിയില്ലാത്ത ആൾക്കാരെ നോക്കണേ. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഈ കോടിക്കണക്കിന് കാശുണ്ടാക്കുമ്പോൾ ഒരു തലമുറയെ മൊത്തം ഇവര് വഴിയാധാരാക്കുകയാണ് ചെയ്യുന്നത്. അതാരും സംസാരിക്കുന്നില്ല. അമ്മമാർ മക്കളായിട്ട് സംസാരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ മക്കളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പുതിയ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ശ്രദ്ധിക്കും. അപ്പൊ നമ്മളൊരു പെൺകുട്ടി, അവൾക്ക് പെട്ടെന്ന് അവളെല്ലാ ദിവസം വീട്ടിൽ 6 മണിക്ക് എത്താണ്, അവളിപ്പോ 7 മണിക്ക് എത്തുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു പഠിക്കാൻ പോക്ക്, ഒരു പുതിയ സാധനം എന്താ സ്ലീപ്പ് ഓവറോ അങ്ങനെ എന്തോ ഒരു സാധനം. കൂട്ടുകാരുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് പഠിക്കുക, അവിടെ തന്നെ കിടന്നുറങ്ങുക. ഞാൻ അതിനെ ആക്ഷേപിക്കല്ല കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ അമ്മമാര് ഈ പോകുന്ന വീടുകളിൽ വിളിച്ച് ആ അമ്മമാരായിട്ട് നമുക്കൊരു ബന്ധം വേണം. മനസ്സിലായോ? വെറുതെ വിളിക്കുക. അപ്പൊ നമ്മുടെ മോളുടെ പേര് ജിന്നാന്നാണെങ്കിൽ അപ്പുറത്തെ വീട്ടില് ഒരു സന്ധ്യയുടെ വീട്ടിൽ പോവാണെങ്കിൽ വിളിച്ച് സന്ധ്യയുടെ അപ്പുറത്തേക്ക് എന്താ അവര് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ടോ, വാതിൽ വച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടേ. നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്ര പേര് ബെഡ്റൂം നമ്മൾ പൂട്ടിയിടുമായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് കൈപൊക്കി എന്നറിയണം. നിങ്ങൾ എത്ര പേര് വീട്ടില് നിങ്ങളെ ബെഡ്റൂം പൂട്ടിയിടുമായിരുന്നു എന്ന് കൈപൊക്കി? ഒറ്റ ആളില്ല. ഒരാഴ്ച. പക്ഷെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും റൂം പൂട്ടിയിടണം, മാതാപിതാക്കൾ കൊട്ടിക്കയറണം. ഇതിന് മാത്രം അവർക്ക് എന്താണ് പ്രൈവസി? ഡ്രസ്സ് മാറ്റുകയാണെങ്കിൽ മനസ്സിലാക്കാം, അല്ലേ? തുണി മാറ്റുകയാണെങ്കിൽ മനസ്സിലാക്കാം. എന്താണ് അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് പ്രൈവസി കൊടുക്കണം, പക്ഷെ ഫുൾ ടൈം വാതിൽ പൂട്ടിയിടാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. അവര് പഠിക്കാൻ കമ്പൈൻ സ്റ്റഡി അങ്ങനെ അവർ ഒരുമിച്ച് പഠിക്കട്ടെ. നിങ്ങളെ കുട്ടീനെ ബാംഗ്ലൂർ വിട്ടോ, അവിടെ നിങ്ങൾ ഇടയ്ക്ക് പോകണം. അവിടുത്തെ ഒരു 10 കുട്ടികളെ ഉമ്മമാരും ഉപ്പമാരായിട്ട് നിങ്ങൾക്കൊരു സംസാരം വേണം. എന്തെങ്കിലും സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോ ചോദിക്കണം എന്താ വ്യത്യാസം. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, നമുക്കത് പിടിക്കാൻ പറ്റും. വിഷാദരോഗം, ഉത്കണ്ഠ, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ദേഷ്യം, ഇതുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കണം. അപ്പൊ നിങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ പറയുന്നത് വേറെ എന്തെങ്കിലും ചെറുതായിരിക്കും. ഇന്ന് അങ്ങനെ പറ്റില്ല. തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ സംശയം എപ്പോഴും വേണം. കാരണം ലഹരി അതുപോലെ വ്യാപിച്ചിരിക്കുന്നു. എക്സൈസ് വിഭാഗം നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം 10ാം ക്ലാസ്സിന് താഴെയുള്ള 5 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 2 കുട്ടികൾക്ക് ലഹരിയായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സംസർഗം ഉണ്ടായിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്കൂട്ടാ. 30% ഏത് 100ൽ 30% കുട്ടികൾ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു 10ാം ക്ലാസ്സിനെക്കാട്ടും മുമ്പ്. +1 +2 ഞാൻ പറയണ്ടല്ലോ. അപ്പോ ജാഗ്രത പുലർത്തുക. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ 11:50 ആകുമ്പോഴേക്ക് ഞാൻ തീർത്തു. മറക്കരുത് ആ 3 ഘട്ടങ്ങൾ. 1, വിഷാദരോഗം, ഉത്കണ്ഠ കുട്ടികളിൽ വളരെ കോമൺ ആണ്. കുട്ടികളിൽ വിഷാദരോഗം മുതിർന്നവരെ പോലെ മുതിർന്നവരെങ്ങനെ വിഷാദരോഗം പറയാം? നമുക്ക് വിഷമാണ്, എനിക്കൊന്നും പറ്റുന്നില്ല, എനിക്ക് ഉറക്കല്ല, അങ്ങനെയല്ലേ? കുട്ടികൾ ദേഷ്യപ്പെടുക ചെയ്യുക, അവര് ഇറിറ്റേറ്റഡ് ആവും, ഇറിറ്റബിൾ ആവും. അപ്പോ വിഷാദരോഗം, ഉത്കണ്ഠ. അതിന്റെ ഒപ്പം സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്തേ പറ്റൂ. അതിന്റെ മുകളിൽ ഞാൻ എപ്പോഴും എന്റെ ഈ സൈക്കാട്രി പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഒരു കേക്ക് ചിന്തിച്ചാൽ മതി. കേക്ക് ഇല്ലേ നമ്മുടെ കേക്ക്, ആ കേക്കിന്റെ ബ്രെഡ് എന്ന് പറയുന്നതാണ് വിഷാദരോഗം. അതിന്റെ മുകളിലെ ക്രീം എന്ന് പറയുന്നതാണ് സോഷ്യൽ മീഡിയ. അതിന് മുകളിൽ ആ ചെറി ഇല്ലേ, ആ ചോറ് ചെറി ഉണ്ടാവില്ല, അതാണ് ലഹരി. ഇതെല്ലാം കൂടി ഒരുമിച്ചാൽ നിൽക്കുന്നത്. ഇതൊരു വല്ലാത്ത ആപത്താണ്. ഇതിന് നമ്മൾക്ക് സർക്കാരിനെ ആശ്രയിക്കാൻ മാത്രം പറ്റില്ല.
ഋഷിരാജ് സിംഗിന്റെ പോലെ ഒരുപാട് നല്ല പോലീസ് ഓഫീസർമാരും എക്സൈസ് ഓഫീസർമാരും അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ വേണം. ഉദാഹരണം, എന്റെ കൂടെയുള്ള പയ്യനുണ്ട്, ആൾ കോൺഗ്രസ് നേതാവാണ്. അവനറിയാം നമ്മളെ നാട്ടിൽ ഇത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വൈകുന്നേരം ഒരു വായനാശാലയ്ക്ക് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടുകുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയാം. കുട്ടികൾക്ക് എന്താണ് വിനോദങ്ങൾ വേണ്ടത്? കരാട്ടെ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ക്യാമ്പുകൾ തുടങ്ങാം, ഡാൻസ് തുടങ്ങാം. കമ്പാരിസൺ നിർത്തുക. ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞ നല്ലൊരു പോയിന്റാണ്. കുട്ടികൾ പഠിച്ചാൽ മതി, ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നില്ല. ക്രിക്കറ്റ് കളിക്കട്ടെ, ജിം അടിക്കാൻ പോട്ടെ, എന്തായാലും ലഹരിക്കാട്ടും ഭേദാണല്ലോ ഈ സോഷ്യൽ മീഡിയ. ഈ ഫോണൊന്ന് കയ്യിൽ നിന്ന് മാറിക്കിട്ടിട്ടല്ലേ. പിന്നെ മാന്റെ മക്കളൊക്കെ നമ്മൾ ഡാൻസും പാട്ടും ക്രിക്കറ്റും ഫുട്ബോളും. പണ്ടൊക്കെ എന്റെ കാലഘട്ടത്തിൽ എന്റെ അമ്മയ്ക്ക് പരാതി, ഞാൻ ക്രിക്കറ്റ് കൂടുതൽ കളിക്കുന്നതായിരുന്നു. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരു പരാതി. കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഇത് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എന്തിനധികം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ ചെലവാക്കുന്നു. ടോയ്ലറ്റിൽ പോയ 1 മണിക്കൂർ ചിലവർ ചിരിക്കുന്നുണ്ട്. മുതിർന്നവരിലും ആ സ്വഭാവമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അത് പറഞ്ഞപ്പോ പറയാം, വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ഇങ്ങനത്തെ ഒരു വേദിയിൽ പറയുന്നതിലേക്ക് ഒരു നാണക്കേടുമില്ല. നമ്മളെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മൊബൈൽ കൊണ്ടുവരുത്. അത് ഉദരസംബന്ധമായ സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരീരത്തിന് കേടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുന്നു. ഇനി ഒരു 10 മിനിറ്റ് നിങ്ങളെ സംശയങ്ങൾ ചോദിക്കണം, അതിന് ഞാൻ ഉത്തരങ്ങൾ തരാം കേട്ടോ. നന്ദി, നമസ്കാരം.